2030 നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസിലേക്ക് നമ്മുടെ റോൾസ് റോയ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന 2 കോടി 10 കോടി 5000 കോടി ഇതൊന്നും ആയിരിക്കില്ല നമ്മുടെ ലക്ഷറി എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ബോഡി. അതായത് എത്ര സ്വത്തുണ്ടെങ്കിൽ ശരീരത്തിൽ ഒരു വേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാം ഇല്ലാതാക്കാൻ പോകും. അതോടൊപ്പം തന്നെ നല്ലൊരു ഹെൽത്തി ബോഡി, നല്ലൊരു ഹെൽത്തി മൈൻഡ്, ഒരു സമാധാനം നിറഞ്ഞൊരു ഉറക്കം, ഇതൊക്കെ ആയിരിക്കും ഏറ്റവും അൾട്രാ ലക്ഷറി. കാരണം ഇത് ഇന്ററപ്റ്റ് ചെയ്യാനുള്ള എല്ലാവിധ കാര്യങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞു. അതായത് ഈ പറയുന്ന മൊബൈൽ ഫോൺ ആണെങ്കിൽ പോലും ഓക്കെ, നമ്മുടെ എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങളും ടെൻഷനും എല്ലാത്തിനും അവൻ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊന്നും ഒരിക്കലും വീഡിയോയിൽ പറഞ്ഞു തരാൻ പറ്റില്ല. ഇതെല്ലാം ആ റിലാക്സ് വേർഷന്റെ അഭയം പ്രാപിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്ത് അവർ മോക്ഷം മേടിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം അല്ലാത്തവർക്കൊന്നും ഈ മായയിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കില്ല. അപ്പോൾ അതോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം അല്ലേ ഇപ്പൊ വല്ലാത്ത ദേഷ്യമാണ്, അവർ തല്ലുന്നു, പിച്ചുന്നു, മാന്തുന്നു, ഇതെല്ലാം നമ്മൾ തമാശയായിട്ട് എടുക്കും. പക്ഷെ അവരുടെ ആ ഒരു ടെൻഷൻ ഹോർമോൺ, സ്ട്രെസ് ഹോർമോൺ, ഇതെല്ലാം ആ ഒരു കുഞ്ഞു പ്രായത്തിലെ അവർക്ക് എമിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ കണ്ടുകൊണ്ടെല്ലാം കണ്ടു വളർന്ന ഈ പച്ചപ്പും കാര്യങ്ങളെല്ലാം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെല്ലാം കണ്ടുകൊണ്ട് വളരുന്നത് ഈ ബിൽഡിങ്സ് ആണ്. അതായത് ഫ്ലാറ്റുകളിലെല്ലാം കുട്ടികളെല്ലാം ഭ്രാന്തമായ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞു. അവർക്ക് ദേഷ്യമാണ്, ആൻസൈറ്റിയാണ്, എന്നിട്ട് അതിന് ഓരോ പേരിടും. ADHD, ഓട്ടിസം, അല്ലെങ്കിൽ മന്ദബുദ്ധി, സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ടേ ആക്കണം. പക്ഷെ ആ കുഞ്ഞു മനസ്സിൽ ആ ഒരു കുഞ്ഞു കണ്ണിലൂടെ കാണുന്ന കാഴ്ച വെറും കെട്ടിടങ്ങളാകുമ്പോൾ തലച്ചോറ് മരവിക്കും. ഇതെല്ലാം സയന്റിഫിക്കലി പ്രൂൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം റിലാക്സ് ഫോർസ് ആ ഒരു റിസർച്ച് നടത്തിയത് ബേസിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് സ്റ്റഡിയും അതോടൊപ്പം ഹെൽത്ത് ആയിട്ടുള്ള അതെങ്ങനെ ബ്ലെൻഡ് ചെയ്യും, അതോടൊപ്പം സ്പിരിച്വാലിറ്റി ഇല്ലാതെ ഇനിയുള്ള ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. കാരണം ഇതെല്ലാം ഒരു ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് ആ ഒരു റിസർച്ച് നടത്തിയത്. അതോടൊപ്പം ഹൈലി ആയിട്ടുള്ള ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും, അതോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാം സെൻട്രൽ നെർവസ് സിസ്റ്റവും ഈ പറയുന്ന ഇന്റേണൽ ഓർഗൻസും അവന്റെ ബ്രെയിനും ഇതെല്ലാം ഓരോ നിമിഷം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവൻ കിടന്നുറങ്ങുന്ന AC അവിടെ ഒരു ഗ്യാസ് ഉണ്ട്, അവൻ കഴിക്കുന്ന ഫുഡ് ജങ്ക് ഫുഡാണ്, അവൻ കുടിക്കുന്ന വെള്ളത്തിന് ക്ലോറിൻ ഫ്ലൂറൈഡ് ആണ്, മൈക്രോപ്ലാസ്റ്റിക് ആണ്. അതോടൊപ്പം അവന് യാതൊരു എന്റർടൈൻമെന്റില്ല, അവൻ ഭൂമിയിലേക്ക് ഇറങ്ങുന്നില്ല, ഗ്രൗണ്ട് ടച്ച് ചെയ്യുന്നില്ല, എർത്തിങ് വരുന്നില്ല. അതായത് ബോഡിയിലുള്ള എല്ലാ എനർജീസ് ഒന്നും ഭൂമിയിലേക്ക് പാസ് ആവുന്നില്ല, ഒരു ഷൂവിന്റെ ഉള്ളിൽ കയറിയിരിക്കും. അപ്പൊ അതോടൊപ്പം അവനിടുന്ന ഡ്രസ്സിൽ ഉൾപ്പെടെ പെട്രോളിയം ജെല്ല്, അതുപോലത്തെ കെമിക്കൽസ്, അവൻ കഴിക്കുന്നത്, അവൻ പെരട്ടുന്നത് എല്ലാം 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 അതായത് എല്ലാം ഒരു 0 ഐറ്റം പോലും അല്ലെങ്കിൽ ഒരു 1% ഐറ്റം പോലും അവന്റെ ശരീരത്തിൽ കെമിക്കൽ ഇല്ലാത്ത ഐറ്റം ഇല്ല. അപ്പൊ അത്രമേൽ കെമിക്കൽ ഇപ്പൊ തന്നെ ഇഞ്ചക്ട് ആയി കഴിയുമ്പോൾ അവന്റെ ഭാവി നശിക്കും. അത് 100% ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അതോടൊപ്പം മൊബൈൽ ഫോൺ അല്ലെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം കണ്ണട വരുന്നു. അതായത് ബ്ലൂ റേസ് ആണ്, ഈ ഡിസ്പ്ലേ എല്ലാം മാറ്റി. അതായത് നമ്മുടെ ടിവിയുടെ നമ്മുടെ ഫോണിന്റെ എല്ലാ ഡിസ്പ്ലേ അവർ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇത്. അതോടൊപ്പം പല്ലെല്ലാം ദ്രവിച്ചു പോകുന്നു, പല്ലെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നു നമ്മുടെ ഇന്റേണൽ ഓർഗൻസിലാണ്. അപ്പൊ ഇന്റേണൽ ഓർഗൻസ് നശിക്കുന്നു, ബ്ലഡ് എല്ലാം നശിക്കുന്നു, ആത്മാവെല്ലാം ഇല്ലാതാക്കുന്നു, ഒരു ബന്ധമില്ലാത്ത രീതിയിലാകുന്നു. അപ്പൊ ഇതെല്ലാം എല്ലാം 0 to 100% ഇവിടെ നടക്കുന്ന റോങ് തന്നെയാണ്. ഇതൊന്നും ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ജ്ഞാനം അത് ലഭിച്ചു കഴിഞ്ഞാൽ ഒന്ന് പരിശുദ്ധമാവാം, രണ്ടാമത് നമുക്ക് സ്വയം നശിക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും എനിക്ക് സ്വയം നശിക്കാൻ സാധിക്കില്ല, കാരണം ഞാൻ ചുറ്റുപാട് കാണുന്ന കാര്യങ്ങളെല്ലാം അധർമ്മം തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് ഇല്ലാതാക്കിയാൽ മാത്രമേ എനിക്ക് സന്തോഷം കിട്ടൂ, അതായത് എന്റെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും ഇല്ലാതാക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും, പ്രകൃതിക്ക് എല്ലാവർക്കും നല്ലൊരു ലോകം, നല്ലൊരു സമസ്ത പ്രപഞ്ചവും ഞാൻ സൃഷ്ടിക്കുന്നതാണ്. ഓക്കെ, സുന്ദരവും സൗമ്യവും.